الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഉപരിപഠനത്തിനായി ഉന്നത കലാലയങ്ങളിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് രക്ഷിതാക്കൾ. ആ ഒരു ആദിയും ആശങ്കയും ഇപ്പോൾ നമുക്ക് രക്ഷിതാക്കളുടെ മുഖത്ത് കാണാൻ കഴിയും. മക്കൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാകണം. അതാണ് ഒരാന്തരിക മുദ്രാവാക്യം. അതിനുള്ള ഓട്ടം. അതിനുവേണ്ടി ജീവിത സൗകര്യങ്ങളും സമ്പത്തും എത്ര ത്യജിച്ചാലും കുഴപ്പമില്ല. തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിച്ചാൽ ജീവിതം സഫലമായി എന്ന മാനസികാവസ്ഥ പ്രകടമാകുന്നുണ്ട്. ആസന്നമായ ഈ മാനസികാവസ്ഥ ചൂഷണം ചെയ്യാൻ ഇടനിലക്കാരും ബ്രോക്കർമാരും സജീവമാണ്. ഇന്ന് റിയൽ എസ്റ്റേറ്റൊന്നും അല്ല, അതിനേക്കാളൊക്കെ വലുത് വിദ്യാഭ്യാസ കച്ചവടമാണ്. അവരാദ്യം തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് ഏത് കോഴ്സാ വേണ്ടത്, ഏത് സ്ഥാപനമാണ് വേണ്ടത്, എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്. ഇവിടെ കുട്ടികളുടെ അഭിരുചിയും അവരുടെ കരിയറൊക്കെ അപ്രസക്തമാണ്. സ്ഥാപനങ്ങളുടെ പെരുമയും ഡൊണേഷന്റെ വലുപ്പവും ഒക്കെയാണ് വിഷയം. ആ രൂപത്തിൽ ജോബ് ഗ്യാരണ്ടി സ്ഥാപനങ്ങൾ പോലും സുലഭമായി പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുരുക്കത്തിൽ മക്കളുടെ വിദ്യാഭ്യാസവും പഠിച്ചിട്ട് അവർക്ക് ജോലി കിട്ടുന്നതുമൊക്കെ പൂർണ്ണമായി കച്ചവടവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റുമോ? അത് പറ്റേയില്ല. കാരണം എന്താ? ദുനിയാവിൽ ഒരു നല്ല അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ വേണോ? പഠിച്ചേ മതിയാവും. ആഖിറത്തിൽ നല്ല അഭിവൃദ്ധിയും ഉയർച്ചയും വേണോ? പഠിച്ചേ മതിയാവും. ഉയർച്ചയുടെയും അഭിവൃദ്ധിയുടെയും ഒക്കെ മാനദണ്ഡമായി അത് പാരത്രികമാണെങ്കിലും ദുനിയവി ആണെങ്കിലും എല്ലാം ഇൽമിനെ, വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചു നിൽക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണല്ലോ,
ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാകുമോ? ഇല്ല. വിവരമുള്ളവർക്ക് വലിയ വിലയും നിലയും ഉണ്ട്. അത് ദുനിയാവിലും ഉണ്ട്, ആഖിറത്തിലും ഉണ്ട്. ആഖിറത്തിൽ ആരാണ് കൂടുതൽ ഉന്നതന്മാർ? ആഖിറത്തിന്റെ കാര്യം നല്ലോണം പഠിച്ചവർ. ദുനിയാവിൽ വലിയ നിലയിലുള്ള ആൾക്കാരാരാണ്? അതിവിടെ വേണ്ട കാര്യങ്ങൾ കൂടുതൽ നല്ലോണം പഠിച്ചിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ വാങ്ങിയവർ. അല്ലെ? ആളുകൾ സംസാരിക്കുമ്പോൾ കേൾക്കാറില്ലേ നമ്മൾ? മൂത്ത മകന് ജോലി UK-യിലാണ്, മറ്റോ ലണ്ടനിലാണ് പഠിക്കുന്നത്, മൂത്തോ കല്യാണം കഴിച്ചിട്ട് ഭാര്യ അവിടെയാണ്, 6 മാസം കഴിഞ്ഞാൽ 10 ദിവസം ലീവ് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവർ വരുമ്പോഴേക്ക് അവരെ സ്വീകരിക്കാനുള്ള ഒരു സൽക്കാരത്തിന്റെ ഒരുക്കത്തിലാണ് ഇവിടെ ഉപ്പയും ഉമ്മയും. അവർ വരുമ്പോ ഒരു 10 ദിവസം ഇവിടെ നിൽക്കാൻ, 2 ദിവസം വീട്ടിലെ സൽക്കാരവും ഒരു 8 ദിവസം പുറത്തേക്ക് ഇറക്കമൊക്കെ കഴിഞ്ഞ് അവരങ്ങ് പോകും. അതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരു അഭിമാനവും ഒക്കെ ഉണ്ടല്ലോ, അല്ലാത്തതാണ്. ആ രൂപത്തിൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനം കൃത്യമായി നമ്മുടെ ജീവിത അനുഭവമായി വരേണ്ടത്. വിശ്വാസം എന്ന് പറയുന്നത് വാക്കും പ്രവർത്തനവുമാണ് എന്ന ആ യഥാർത്ഥ ആശയത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരേണ്ട മേഖലകൾ ഇതൊക്കെയാണ്. അതായത് നമ്മൾ മരിച്ചു പോകുമ്പോൾ മരണത്തോടുകൂടി അവസാനിച്ചു പോകുന്ന എന്തെല്ലാമുണ്ടോ അതൊക്കെ ദുനിയാവാണ്. മരിച്ചതിന് ശേഷവും നമ്മുടെ കൂടെ വരുന്നത് എന്തോ അത് ആഖിറമാണ്. അതാണ് നമ്മുടെ ആഖിറം. നമ്മുടെ സ്വർഗം നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഇവിടെ വെച്ച്, നമ്മുടെ നരകം നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഇവിടെ വെച്ച്. അപ്പൊ നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും തീരുമാനിക്കുന്ന പരീക്ഷാലയമാണ് ഈ ജീവിതം എന്ന തിരിച്ചറിവിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാകണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. അധിക വിദ്യാഭ്യാസം വേണ്ടെന്നല്ല, 24 മണിക്കൂർ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ വെറും ദുനിയാവ് പഠിക്കുക. അങ്ങനെയാണ് ഉദ്ദേശമെങ്കിൽ ദുനിയാവിൽ വലിയ ഉയർച്ച കിട്ടും. അള്ള പറഞ്ഞില്ലേ, ഒരാൾ എന്നോട് ചോദിക്കുന്നത് ദുനിയാവാണെങ്കിൽ ഞാൻ അവന് ദുനിയാവ് കൊടുക്കും. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ നല്ലത് വേണേ എന്ന പ്രാർത്ഥന മാത്രമല്ല, അതാണ് അവന്റെ പരിശ്രമം, അതാണ് അവന്റെ ജീവിതം. അങ്ങനെയാകുമ്പോൾ ദുനിയാവ് കൊടുക്കും. ഇനി അതിന്റെ കൂടെ ആഖിറം വേണം എന്നതാണെങ്കിലോ അവന് ദുനിയാവും ആഖിറവും ഉണ്ടാകും. അപ്പോ പൂർണ്ണമായി ദുനിയാവിൽ അങ്ങ് ലയിച്ചു പോകരുത് നമ്മൾ എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇവിടെ ഭൗതികമായ അറിവ്, മതപരമായ അറിവ് എന്നിങ്ങനെ രണ്ടായി സാധാരണഗതിയിൽ വിഭജിക്കാറുണ്ട്. ഞാൻ ആ വിഭജനത്തിന്റെ തെറ്റും ശരിയും പറയാനല്ല ആഗ്രഹിക്കുന്നത്. നിലവിലുള്ള അവസ്ഥ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. എന്താ കാര്യം? നമ്മുടെ ഈ മതപരമായ അറിവ് എന്ന് പറയുന്നത് എന്താ? സാധാരണ പറയാറുള്ളത് തന്നെ ശരീഅത്ത് കോളേജ്, അതായത് വിധിവിലക്കുകൾ പഠിക്കുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ പഠിക്കുക, നിസ്കരിക്കണം, നോൽക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം. അതിന്റെ നിബന്ധനകൾ എന്തൊക്കെയാണ്, അതിന്റെ ശർത്തും പറഞ്ഞ എന്തൊക്കെയാണ്, ഈ രൂപത്തിലുള്ള പഠനം, അതാണ് അതിന്റെ ശരീഅത്ത് പഠനം. ഈ പഠനം ഒരു ഭാഗത്ത് നടക്കുന്നു, അതാണ് നമ്മുടെ മദ്രസകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ എത്രയാണ് നമ്മൾ ഈ വിഭാഗത്തിൽ പഠിക്കേണ്ടത്? പ്രാഥമികമായി നമ്മുടെ ഇബാദത്തുകളൊക്കെ ശരിയാകാൻ ആവശ്യമായ അത്ര പഠിക്കൽ ഫർള് ഐനാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്. ഇനി വിശദമായി പഠിക്കൽ ഫർള് കിഫായയാണ്. ഒരു വിഷയം വന്നാൽ അത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരിക്കണം, കുറെ കൂടുതൽ പഠിച്ച ആളുകൾ. ശരി. എന്നാൽ ഇവിടെ അവഗണിക്കപ്പെടുന്ന മറ്റൊരു വിദ്യാഭ്യാസ മേഖലയുണ്ട്. എന്താണത്? കൽപ്പിച്ചവനെ സംബന്ധിച്ച് പഠിക്കലാണ്. കൽപ്പനകൾ പഠിക്കൽ മാത്രമല്ല, ആരാണിത് പറഞ്ഞത്, അഥവാ അള്ളാഹുവിനെ പറ്റി പഠിക്കുക. അതാണ് ഈ തൗഹീദ് പഠനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
കൽപ്പിച്ചവനെ മനസ്സിലായാലല്ലേ കൽപ്പനക്ക് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പ്രസക്തിയാ? എന്താണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം, ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്ന ജ്ഞാനം, ഈമാൻ കാര്യം, ആഖിറത്തെ പറ്റിയുള്ള പഠനം, ആ പഠനത്തിന്റെ മഹത്വം എത്രയാണ്? മുഴുവൻ അറിവിന്റെയും മഹത്വം നമ്മൾ പഠിക്കുന്ന വിഷയത്തിന്റെ മഹത്വം എത്രയാണോ അത്രയാണ്. ഒരാൾ ബിരിയാണി വെക്കാൻ പഠിക്കുന്നു, ആ അറിവിന്റെ മഹത്വം എത്രയാണ്? ബിരിയാണിന്റെ അത്രയാണ് അതിന്റെ മഹത്വം. ഒരാൾ ദുനിയാവിനെ പറ്റി പഠിക്കുന്നു, അതിന്റെ മഹത്വം എത്രയാണ്? ദുനിയാവിന്റെ അത്ര. ഒരാൾ അള്ളാഹുവിനെ പറ്റി പഠിക്കുന്നു, അതിന്റെ മഹത്വം എത്രയാണ്? അള്ളാഹിന്റെ അത്ര. അപ്പൊ അള്ളാഹുവിനെ പറ്റി പഠിക്കുന്ന മഅരിഫത്തുല്ലാഹ്, ആ അറിവിന്റെ മഹത്വം അള്ളാഹുവിന്റെ മഹത്വമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായ അറിവ്, ആ അറിവ് നമുക്കുണ്ടാകണം. അള്ളാഹിനെ പറ്റി പഠിക്കണം. അതിനാണ് ജുമുഅ ഖുതുബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാഷണ കലയെ അഥവാ ആശയവിനിമയത്തിനുള്ള മഹത്തായ ഒരു കലയാണ് പ്രഭാഷണ കല. ആ പ്രഭാഷണ കലയെ ഇബാദത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചു. ഖുതുബ, ജുമുഅയുടെ ഭാഗം ഇബാദത്താണ്. പെരുന്നാൾ ഖുതുബ, ഈ പ്രഭാഷണങ്ങളെ ഇബാദത്തിന്റെ ഭാഗമായി റസൂലുള്ളാഹി നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം ജനങ്ങൾക്ക് അല്ലാഹുവിനെ പറ്റി പഠിക്കാനാണ്. ജീവിതത്തിൽ അനിവാര്യമായത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് കൃത്യമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഖുതുബയിലൂടെ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഖുൽത ലി സാഹിബിക യൗമൽ ജുമുഅ, നീ വെള്ളിയാഴ്ച ദിവസം നിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അൻസിത്, മിണ്ടരുത് എന്ന് പറഞ്ഞു. സംസാരിക്കുന്നവനോട് പറഞ്ഞതാ. സംസാരിക്കുന്നവനോട് മിണ്ടരുത് എന്ന് പറയുന്നത് അംറുൻ ബിൽ മഅറൂഫാണ്, ഒരു നല്ല കാര്യം കൽപ്പിച്ചതാണ്. അല്ലെങ്കിൽ നഹിയുൻ അനിൽ മുൻകർ, ചീത്ത കാര്യം വിരോധിച്ചതാണ്. ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. വൽ ഇമാമു യഖ്തുബു, ഇമാമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് നീ നല്ല കാര്യം ചെയ്തതെങ്കിൽ ഫഖദ് ലഗൗത്, അത് പോലും അനാവശ്യമാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനേക്കാൾ വലുത് നീ ഖുതുബ കേൾക്കലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് നാം കേട്ട് മനസ്സിലാക്കുന്നുവെങ്കിൽ ഖുതുബ കഴിഞ്ഞിട്ട് ജുമുഅക്ക് വരുന്നതിന്റെ വിധി എന്താ? നീ അത്യാവശ്യമായ കാര്യം തന്നെ സംസാരിക്കുമ്പോൾ നിന്റെ ഖുതുബക്ക്, നിന്റെ നമസ്കാരത്തിന് അത് ഭംഗമാണ്, അതിന് ഫലമില്ലാതെ പോകുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമസ്കാരത്തിനടുപ്പിച്ച് ഖുതുബയൊക്കെ കഴിഞ്ഞിട്ട് ജുമുഅക്ക് വന്നാൽ അതിന്റെ ഫലമുണ്ടോ? പിന്നെ ബഹുസ്കരിച്ചാ പോലെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ കൃത്യമായി ജുമുഅ ഖുതുബയെ നമ്മൾ ശ്രദ്ധിക്കുകയും വളരെ നേരത്തെ തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്യണം. കാരണം അതത്രയും വ്യക്തിപരമായ നിർബന്ധ കാര്യമായിട്ടാണ് ഖുർആനും റസൂലും പഠിപ്പിക്കുന്നത്. പക്ഷെ ജുമുഅ ഖുതുബയിൽ പോലും തൗഹീദ് അവഗണിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെയും ലോകകാര്യം പറയണം, അതാണ് പലർക്കും താല്പര്യം. അതിനൊരുപാട് വേദികളില്ലേ. നമുക്ക് അള്ളാഹുവിനെ പറ്റി പറയാം. ലോകകാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ അള്ളാഹുവിലേക്ക് ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റുകൾ അതാണ് പറയുക. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്ന ലില്ലാഹി തിസ്അത്തൻ വതിസ്ഈന ഇസ്മാ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തൻ ഇല്ലാ വാഹിദ, 100 നാമങ്ങൾ ഒന്നൊഴികെ, ഒന്ന് കുറവ്, അഥവാ 99. മൻ അഹ്സാഹാ ദഖലൽ ജന്ന, അതാരെങ്കിലും കൃത്യമായി ഉൾക്കൊണ്ട് പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പോയി. അപ്പൊ അള്ളാഹനെ പഠിക്കണം, മഅരിഫത്തുള്ള വേണം, നാ നേരെ സ്വർഗത്തിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഒരു നാമം പരിചയപ്പെടാം. നമ്മൾ അള്ളാഹുവിനെ പഠിക്കാറില്ലേ, വിളിക്കാറില്ലേ? റബ്ബി, എന്റെ നാഥ, റബ്ബന, ഞങ്ങളുടെ നാഥ. നമസ്കാരത്തിൽ നമ്മൾ പറയാറില്ലേ, സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല. നമ്മൾ റബ്ബ് എന്ന് വിളിക്കുന്ന നമ്മുടെ നാഥനെ.
എന്താണ് ഈ തർബിയത്ത്? അള്ളാഹു എങ്ങനെയാണ് നമ്മെ തർബിയത്ത് ചെയ്യുന്നത്? ഈ തർബിയത്ത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നമ്മുടെ തർബിയത്ത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഒരു പിതാവ് മക്കളെ വളർത്തുന്നത് മനസ്സിലാക്കിയാൽ അതിന്റെ എത്രയോ പതിന്മടങ്ങ്, എത്രയോ മടങ്ങ്, എണ്ണമില്ലാത്തത്ര മടങ്ങ് ഗൗരവത്തിൽ നമുക്ക് അല്ലാഹുവിന്റെ തർബിയത്തിനെ ഊഹിച്ചെടുക്കാൻ സാധിക്കും. കാരണം ഒരു തർബിയത്ത് ചെയ്യുന്ന പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആ മക്കളുടെ ശാരീരിക വളർച്ച, അവരുടെ ബുദ്ധിപരമായ വളർച്ച, അവരുടെ മാനസികമായ വളർച്ച, അവരുടെ എല്ലാവിധ അഭിവൃദ്ധികളും അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആ മക്കൾക്ക് ആ പിതാവ് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ചികിത്സ നടത്തുന്നുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില സന്ദർഭങ്ങളിൽ ആ മക്കൾ വഴികേടിലേക്ക് പോകുമ്പോ ചെറിയ ശിക്ഷകൾ നൽകാറുണ്ട്. അത് മക്കളോടുള്ള വെറുപ്പ് കൊണ്ടല്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ തർബിയത്ത്, അവൻ എങ്ങനെ നമ്മുടെ റബ്ബായി എന്ന് മനസ്സിലാക്കാൻ പിതാവിന്റെ തർബിയത്തെങ്കിലും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വളരെ കൃത്യമായി അള്ളാഹുവിന്റെ റബ്ബാകുന്ന വിശേഷണം ഖുർആനിലുടനീളം പറഞ്ഞതായി കാണാം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അള്ളാഹു റബ്ബിനോട് റഹ്മത്ത് ചേർത്ത് പറയുകയാണ്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. റബ്ബിനോട് മഗ്ഫിറത്ത് ചേർത്ത് പറയുകയാണ്. നിങ്ങളുടെ തെറ്റുകൾ എണ്ണിക്കണക്കാക്കിയിട്ട് പിടിച്ചങ്ങ് നരകത്തിലിട്ട് കളയാനല്ല റബ്ബ് ഉദ്ദേശിക്കുന്നത്. മറിച്ചെല്ലാം പുറത്തു തന്നുകൊണ്ട് നിങ്ങളെ സ്വർഗത്തിലിടാനാ നിങ്ങളുടെ ഭാഗത്തും ഒരു ശ്രമമുണ്ടാകണേ. അതിന് വേണ്ടി തർബിയത്ത് ചെയ്യുന്നവനാണ് റബ്ബ്, വളർത്തുന്നവനാണ് റബ്ബ്, നന്നാക്കുന്നവനാണ് റബ്ബ്, ഉയർച്ചയിലേക്ക് എത്തിക്കുന്നവനാണ് റബ്ബ്. വളർന്നു കാണണമെന്ന ആഗ്രഹമാണ് തർബിയത്ത് ചെയ്യുന്ന ഓരോ മുറബ്ബിയുടെയും വളർത്തുന്നവരുടെയും മാനസികാവസ്ഥ അങ്ങനെയായിരിക്കും. അത് നമ്മളെ മാത്രല്ല അല്ലാഹു തർബിയത്ത് ചെയ്യുന്നത്. മൂസാ നബിയോട് ചോദിച്ചില്ലേ ഫിറഔൻ, ആരാ നിങ്ങളുടെ റബ്ബ് എന്ന്? മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദി. എന്ത്? ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രകൃതം നൽകുകയും മാർഗദർശനം നൽകുകയും ചെയ്യുന്നവനാരോ അവനാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയത് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ വരുമ്പോ ഒരു സംശയം, പിന്നെ ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. രോഗം ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുകൾ, കടങ്ങൾ, മരണങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ. ഇതൊക്കെ എന്തിനാണ് അല്ലാഹു ചെയ്യുന്നത്? അവന് ഇഷ്ടല്ലേ? എന്തിനാണ് ഈ രൂപത്തിലുള്ള തർബിയത്തുകൾ? ഇവിടെയാണ് നമ്മുടെ മനസ്സിലാക്കുന്ന രീതി തെറ്റിപ്പോയത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. അഥവാ മനുഷ്യരാകുന്ന നമുക്ക് നമ്മുടെ പ്രകൃതം നമ്മളെപ്പോഴും പോസിറ്റീവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. നെഗറ്റീവായ സംഗതികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഐശ്വര്യം ഇഷ്ടമാണ്, ദാരിദ്ര്യം വെറുപ്പാണ്. ആരോഗ്യം നമുക്ക് ഇഷ്ടമാണ്, സന്തോഷമാണ്. എന്നാൽ രോഗമോ അത് നമുക്ക് പ്രയാസമാണ്, വെറുപ്പാണ്, വേണ്ട എന്ന് വിചാരിക്കുന്ന സംഗതിയാണ്. ഈ ഒരു പ്രകൃതത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തർബിയത്തിനെ വിലയിരുത്തുമ്പോ തെറ്റിപ്പോകും. നമ്മൾ മനസ്സിലാക്കൽ തെറ്റിപ്പോകും. നേരെ മറിച്ച് യഥാർത്ഥ നിയമത്ത് എന്താണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ചാലോ കുഴപ്പമില്ല. ഇപ്പോ ഒരാൾക്ക് പോസിറ്റീവായ അനുഭവം ഉണ്ടാകാണ്. നമ്മൾ ചോദിക്കാം, മക്കളും ധനവും അത് അള്ളാഹുവിന്റെ നിയമത്താണോ അല്ലേ? നമ്മളെന്താ പറയാ ഉടനെ? ഞാൻ അതെ. ശരി. യഥാർത്ഥ മറുപടി എന്താ? നഅം വല, ആണ് അല്ല. മക്കൾ നിയമത്താകും, അതേ മക്കൾ തന്നെ പരാജയത്തിന് കാരണമാകും. സമ്പത്ത് അനുഗ്രഹമാകും, അതേ സമ്പത്ത് കൊണ്ട് തന്നെ പരാജയപ്പെട്ടു പോകും. കാറൂൻ പരാജയപ്പെട്ടില്ലേ? എത്ര നല്ല ആരോഗ്യമായിരുന്നു ഫറോവക്ക്. അവന്റെ ചരിത്രം വായിക്കുമ്പോൾ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നത് 100-300 കൊല്ലം ജീവിച്ചിട്ട് പനി വരെ ഉണ്ടായില്ല എന്നാണ്. അത്രയും നല്ല ആരോഗ്യവാനാണ്. എന്തെങ്കിലും ഉപകാരം കിട്ടിയോ? അപ്പോ
എപ്പോഴാണ് അത് ഹൈറാവുക, എപ്പോഴാണ് ഷർറാവുക? നിഅമത്ത് കൊണ്ട് താഅത്തുണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള അനുസരണവും അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിനൊക്കെ അത് കാരണമായി തീരുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇനി അത് ധിക്കാരത്തിനും തെറ്റുകുറ്റങ്ങൾക്കും കാരണമായി തീരുകയാണെങ്കിലോ മോശമാണ്. ഈ ഒരർത്ഥത്തിൽ ഐഹികമായ സുഖ സൗകര്യങ്ങളെയും പ്രയാസങ്ങളെയും വിലയിരുത്താൻ എപ്പോഴാണോ കഴിയുന്നത് അപ്പൊ നമുക്ക് ദുന്യാവ് മനസ്സിലായി. മുവഹ്ഹിദായത് കൊണ്ട് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാർ പറയാറില്ലേ, ഓൻ എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ കാരണോ? മോന്റെ വിസ ക്യാൻസലായി, ഓൻ വീണിട്ട് കാലൊടിഞ്ഞു പോയി, അത് തന്നെയല്ല പുരന്റെ ഒരു ഭാഗം വീണുപോയി. തൗഹീദ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വേഗോട് പള്ളിയിലേക്ക് മൂല്യാരോട് ചോദിക്കാൻ, അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പൂജാരിനോട് ചോദിക്കാൻ എന്താ പറ്റിയത്. അപ്പൊ അള്ളാഹുവിന് ഒരു മനുഷ്യനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ യാതൊരു പ്രയാസവും ഉണ്ടാവൂല എന്നാ വിചാരം. അള്ളാഹുവിന് വെറുപ്പുള്ളത് കൊണ്ടാണ് ഇവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് വിചാരം. അപ്പൊ ഇവിടെ കിട്ടുന്ന പരീക്ഷണങ്ങളൊക്കെ ശിക്ഷയാണെന്നും ഇവിടെ കിട്ടുന്ന ഔഷധങ്ങൾ പോലത്തെ പോസിറ്റീവായ അനുഭവങ്ങൾ മുഴുവനും അള്ള കൊടുക്കുന്ന പ്രതിഫലമാണെന്നും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണയിൽ അള്ളാഹുവിനെ വീക്ഷിക്കരുത്. അള്ള തർബിയത്തിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇത് എന്ന് തിരിച്ചറിയണം. എങ്ങനെയാണ് അള്ളാഹു താല പരീക്ഷണങ്ങൾ നൽകുന്നത്? ഇനി ഒരു രോഗം വന്നു എന്ന് തന്നെ വിചാരിക്കുക, ഒരു നെഗറ്റീവായ അനുഭവം വന്നു എന്ന് തന്നെ വിചാരിക്കുക. അതിനുണ്ട് ഇതുപോലെ തന്നെ അതൊരു പക്ഷേ അവന് ഗുണകരമായിരിക്കാം. നമുക്കറിയാലോ, മുള്ളു തളിക്കുന്ന കാര്യത്തെ പറ്റി വരെ റസൂലുള്ളാഹി പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി അതെല്ലാം ഖുതുബയിലൂടെ തന്നെ, ഉപദേശങ്ങളിലൂടെ തന്നെ വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ കൃത്യമായി കാര്യങ്ങൾ മുഴുവനും നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ചില ഏർപ്പാടുകൾ മനുഷ്യനെ നന്നാക്കാൻ ഒന്നാമതായി റബ്ബ് ചെയ്ത ഏർപ്പാട് എന്താണെന്നറിയോ? നല്ലത് പറഞ്ഞു കൊടുക്കുക. അതിന് ബയാൻ എന്നാ പറയാ. അതാണ് ഖുർആനും ഹദീസൊക്കെ. ഇങ്ങനെയൊക്കെ നടന്നാൽ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇത് റബ്ബ് ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞു തന്നാൽ മനുഷ്യന്റെ ബാധ്യത എന്താ? സമീപന ഞങ്ങളത് കേട്ടു അനുസരിച്ചു, അങ്ങനെയാ ചെയ്യേണ്ടത്. ഇനി അത് മനുഷ്യൻ ചെയ്യുന്നില്ലെങ്കിലോ മനുഷ്യനെ കൊണ്ട് അള്ളാഹ് അംഗീകരിപ്പിക്കും. അള്ളാഹ് ഇഷ്ടപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവനെ കൊണ്ട് അംഗീകരിപ്പിക്കും. ആ അംഗീകരിപ്പിക്കാൻ വേണ്ടിയാണ് ചില സന്ദർഭങ്ങളിൽ അള്ളാഹ് പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിലേക്ക് മടങ്ങി തൗബ ചെയ്തിട്ട് നന്നാകണം. അതിനുള്ള ചില ഇടപെടലുകളാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നടത്തുന്നത്. അത് തർബിയത്തിന്റെ ഭാഗമാണ്. അവൻ റബ്ബായതിന്റെ ഭാഗമാണ്. അങ്ങനെയാണ് അവൻ വളർത്തുക. ഇനി അവിടെയും മനുഷ്യൻ നന്നാകുന്നില്ലെങ്കിലോ ഖുർആനിൽ ഇതെല്ലാം അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ അല്ലാഹു വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അല്ലാഹുവിനും റസൂലിനും ഉത്തരം ചെയ്യണം. നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിനേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉത്തരം ചെയ്യണം. അപ്പൊ അള്ളാഹു പറഞ്ഞാൽ നമ്മുടെ ബാധ്യത ഇസ്തിജാബത്ത്, അതിന് ഉത്തരം ചെയ്യലാണ്. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹ് പിടിക്കും. വലിയ ശിക്ഷ ആഖിറത്തിൽ വരുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് ചെറിയ ശിക്ഷ കൊണ്ട് ഞാൻ അവരെ പിടികൂടുമെന്തിന്? അവർ തിരിച്ചു വരാൻ അല്ലാഹുവിങ്കലേക്ക്. ഇനി എന്നിട്ടും നന്നാകുന്നില്ല എന്നാൽ പിന്നെ അള്ളാഹ് ചെയ്യുന്നൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഇഷ്ടം പോലെ അങ്ങ് കൊടുക്കും, ഭാര്യക്കോരി അങ്ങ് കൊടുക്കും. എന്താ അങ്ങ് ചിരിച്ചുവിടുന്ന് പറഞ്ഞു. അതല്ലാന്റെ മൂന്നാമത്തെ പണിയാണ്. അവരോട് ഉത്ബോധനം ചെയ്തത് അവരങ്ങ് മറന്നു പോയപ്പോ എല്ലാം അങ്ങ് തുറന്നിട്ട് കൊടുത്തു. എല്ലാ വാതിലും തുറന്നു കൊടുത്തു. അങ്ങനെ അവര് സന്തോഷിച്ചു. അവർക്ക് ലഭിച്ചത് കൊണ്ട് സന്തോഷിച്ചപ്പോ ഒരൊറ്റപ്പിടുത്തം നമ്മൾ പിടിക്കും. അപ്പോൾ അവര് നിരാശപ്പെട്ടു പോകും. ഇതാ അല്ലാഹുവിന്റെ തർബിയത്ത്. നമ്മൾ ഏത് സ്റ്റേജിലാണെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. റബ്ബ് എന്ന നാമം നമ്മൾ പഠിക്കുമ്പോ നമ്മെ അള്ളാഹ് തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോ
ഞാൻ ഏത് സ്റ്റേജിലാണ് എന്ന് ഞാൻ അറിയണം. ഇലാഹിയായ തർബിയത്തിൽ, ആ വളർത്തുന്നതിൽ ഞാൻ ഏത് സ്റ്റേജിലാണുള്ളത്, ഞാൻ വിധേയപ്പെട്ടിട്ടുണ്ടോ റബ്ബിനെ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ കൃത്യമായ റബ്ബിനെ തിരിച്ചറിഞ്ഞ് അവൻ വഴിപ്പെടുന്ന ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അസീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു ലി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തർബിയത്ത് അത് മനസ്സിലാക്കുമ്പോൾ മറ്റൊരു കാര്യം അതിനോട് ചേർത്ത് ചിന്തിക്കേണ്ടത്, നമ്മൾ പലപ്പോഴും പലതും ആഗ്രഹിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതെന്താണോ അവരെ ചോദിച്ചിട്ട് കിട്ടാത്ത, മോക്ക് പുതിയാപ്പളനെ കിട്ടുന്നില്ല, മോന് പെണ്ണിട്ടുന്നില്ല, അങ്ങനെ പലതും ചോദിച്ചു, ചിലതൊന്നും കിട്ടുന്നില്ല. എന്തായത്? അപ്പൊ നമ്മൾ ആലോചിക്കണം, തർബിയത്ത് മനസ്സിലാക്കാൻ പിതാവിന്റെ അവസ്ഥയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. വളർന്നു വരുന്ന മോനാണ്, ചെറുപ്പക്കാരനാണ്. മോൻ ഒരുപാട് തവണ വാപ്പാനോട് ബൈക്കിന് ചോദിച്ചിട്ടുണ്ട്, വാപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിത്താ, കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ വളർന്നു വന്ന മകള് പലരിലൂടെയും ഒരാവശ്യം പിതാവിന്റെ ചെവിയിലെത്തിച്ചു, എനിക്ക് ഓനെ ഇഷ്ടമാണ്, ഓൻ്റെ പോകണം. പിതാവ് അത് അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തത്? എന്താ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തത്? അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഈ കുട്ടികൾക്ക് അത് ദോഷമാണ്, അതുകൊണ്ടാണ് വാങ്ങിക്കൊടുക്കാത്തത്. എന്നാൽ നമ്മെ സംബന്ധിച്ചുള്ള പരിപൂർണമായ അറിവ് വെച്ചിട്ട് റബ്ബിന് അറിയാം നമുക്ക് ചിലതൊക്കെ മോശമാണെന്ന്. അത് നമുക്ക് തരൂല റബ്ബ്. നമ്മളുടെ ഇഷ്ടം കൊണ്ടാ തരാത്തത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ തർബിയത്ത്, നമ്മൾ എത്ര തെറ്റുകുറ്റങ്ങളിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. അള്ള ഏതെങ്കിലും ഒന്ന് പരസ്യാക്കിയോ, വഷളാക്കിയോ? അള്ള അറിയാത്തത് കൊണ്ടാ? അള്ള പിടിച്ച് സ്പോട്ടിന് ശിക്ഷിച്ചോ? ഇല്ലല്ലോ. ഇഷ്ടം കൊണ്ടല്ലേ? ഇവൻ തീർത്തും നന്നാകുമെന്നത് കൊണ്ടല്ലേ? അതിന് നമ്മൾ കീഴ്പ്പെടേണ്ടേ റബ്ബിന്. അവൻ മറച്ചു വെച്ചു എന്ന് തന്നെയല്ല, ചെയ്ത കുറ്റത്തേക്കാൾ വലിയ തെറ്റ് നീ അത് ആളുകളോട് പരസ്യപ്പെടുത്തലാണെന്ന് പഠിപ്പിച്ചില്ലേ നമ്മെ? നിന്റെ തെറ്റ് നീ പരസ്യപ്പെടുത്തരുത്, പോരാ. നിന്റെ അയൽക്കാരന്റെ, നിന്റെ സഹോദരന്റെ തെറ്റുകുറ്റങ്ങളും നീ പരസ്യപ്പെടുത്തരുത്. എല്ലാവരും എന്റെ ദാസന്മാരാണ്, നന്നാവുകയാണ് വേണ്ടത്. എത്ര തെറ്റ് മനുഷ്യൻ ചെയ്യുമെന്ന് നോക്കാനല്ല ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എനിക്ക് വിവാദത്ത് ചെയ്യാനാ, അല്ലാതെ എനിക്കെത്ര തെറ്റ് ചെയ്യുമെന്ന് നോക്കാൻ പഠിച്ചതല്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് നിങ്ങൾ പരസ്യപ്പെടുത്തല്ലേ. ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് നന്നാവുകയാണ് വേണ്ടത്. എന്തൊരു ഇഷ്ടാ റബ്ബിന് നമ്മളോട്, എന്തൊരു സ്നേഹമാണ് റബ്ബിന് നമ്മളോട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കണം. ആരോടും പറയാതെ മറച്ച് വെക്കുന്ന റബ്ബ്, ആ റബ്ബ് അവന്റെ സിദ്ദീർ എന്ന ഒരു നാമത്തിലൂടെ അവനെ പരിചയപ്പെടുത്തുന്നുണ്ട്. നാളെ മഹ്ശറയിൽ ചെന്നാലില്ലേ അല്ലാഹു തആല കിതാബ് എടുത്ത് കയ്യിൽ തരും. അങ്ങനെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ പഠിച്ചോനെ, ഇതെന്തൊരു കിതാബായി, ഒന്നും വിട്ടേച്ചിട്ടില്ലല്ലോ, മുഴുവനും ഉണ്ടല്ലോ. ആകെ വേദാനാകുന്നു, എന്റെ പോക്ക് നരകത്തിലേക്കാണെന്ന് തോന്നിപ്പോകുന്ന ഘട്ടത്തിൽ റബ്ബ് പറയാനൊക്കെ ഞാൻ എനിക്ക് പുറത്തു വന്നിരിക്കുന്നു. ഒന്നുകൂടി വായിച്ചു നോക്കുന്നതിന്റെ കിതാബ് വായിച്ചു നോക്കുമ്പോ ഒന്നും കാണുന്നില്ല. ഏത് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. ഗഫൂറായ റബ്ബ് ആ തെറ്റുകുറ്റങ്ങളെല്ലാം മായ്ച്ച് അവിടെയൊക്കെ നന്മയായിരിക്കുന്നു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, വരൂ, എന്റെ കിതാബ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ.
എന്ന ആർജവത്തോടുകൂടി ആളുകളെ വിളിക്കുന്നത്, ആ രൂപത്തിൽ തെറ്റ് പുറത്തു തരികയും കൃപ ചെയ്തുകൊണ്ടിരിക്കുകയും നമ്മെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന റബ്ബിനെയാണ് റബ്ബന എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്നത്. ആ റബ്ബിനോടാണ് റബ്ബേ എനിക്ക് പൊറുക്കണേ എന്ന് നമ്മൾ പറയുന്നത്. ആ റബ്ബിലേക്ക് തിരിച്ചു ചെല്ലാനാണ് ഖുർആൻ വിളിക്കുന്നത്. അതുകൊണ്ട് റബ്ബിനെ പഠിക്കണം, അള്ളാഹുവിനെ പഠിക്കണം. അവന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് ആത്മാർത്ഥമായി അവനെ വിളിക്കണം. എന്നെ വളർത്തുന്നവനെ, എന്നെ പരിപാലിക്കുന്നവനെ, എന്നോട് പൊറുക്കണേ അള്ളാഹുവിനോട് പറയണം. ആ രൂപത്തിൽ റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബിനെ സ്നേഹിക്കാൻ, റബ്ബിന്റെ തർബിയത്ത് വിലയിരുത്താൻ, നന്നാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ ഒരുപാട് അപാകതകൾ സംഭവിച്ചു പോയി. നിന്റെ ഫളില് കൊണ്ട് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അപാകതകളെല്ലാം പുറത്തു തരണേ റഹ്മാനെ. നീ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഷ്ടദാസന്മാരോടൊപ്പം നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, കുടുംബത്തിലും മറ്റും വാർദ്ധക്യ സഹജമായ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ, നല്ല ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ തന്നതിന് ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.